ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ മിസ്രയീം മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. മോശയെ തന്റെ ജനത്തെ നയിക്കുവാൻ തെരഞ്ഞെടുക്കുമ്പോൾ മോശ ദൈവത്തോട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി പല വിധത്തിൽ പല ഉപാധികൾ പറയുക. ഞാൻ ചെന്ന് പറയുമ്പോൾ അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ. ചോദ്യത്തിന് മറുപടി നീ പറയേണ്ടത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സർവശക്തനാണ്. അങ്ങനെ പറഞ്ഞവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആ ധൈര്യമുള്ള വാക്കുകളെ പ്രഖ്യാപിക്കുമ്പോൾ, പറയുമ്പോൾ, ആ ഞാനാകുന്നവൻ എന്ന് മാത്രം പറഞ്ഞു വിടുകയല്ല, അവന് നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിന്റെ ബലം നമ്മളിലേക്ക് പകരുകയാണ്. ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ പറയട്ടെ, എന്നെ അയച്ചവൻ ഞാനാകുന്നു എന്നുള്ളവൻ തന്നെ എന്നെ നിങ്ങളെ അടുക്കൽ അയച്ചിരിക്കുന്നു. പ്രത്യാശയോടെ ധൈര്യത്തോടെ ഉരുവിട്ടുകൊണ്ട് പറ, ലജ്ജിക്കേണ്ടി വരികയില്ല. പലരുടെ മുമ്പിൽ വാക്കുകളില്ലാതെ പറയുവാൻ ആയിത്തീരുന്ന അവസരങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെ പറയുക. ദൈവം വിശ്വസനാണ്, നടത്തുവാൻ ശക്തനായ ആ വലിയ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിനമായിരിക്കാം സ്വർഗമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.